പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൽ നിറച്ചുകൊണ്ട്, അങ്ങാകുന്ന വചനത്തിലൂടെ അങ്ങയുടെ ശക്തി പ്രകടമാക്കിക്കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യത്തിലൂടെ ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ ആനയിച്ചുകൊണ്ട് ഞങ്ങളെപ്പോഴും ഉയർത്തി നിർത്തുന്ന ആ വലിയ കൃപയോർത്ത്, സാന്നിധ്യ ശക്തിയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥകളും പൈശാചികതകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ മക്കളായിട്ട് അങ്ങയുടെ സാന്നിധ്യത്തില് അങ്ങയുടെ വചനമാകുന്ന പാറമേൽ ഉറപ്പിച്ച് അങ്ങയിൽ തന്നെ വളരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, ലോകത്തിന്റെ പ്രലോഭനത്തിന്റെ ആധിപത്യ അധികാര ശക്തികളെ യേശുവിന്റെ നാമത്തില് ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകത്താൽ നിറച്ച് അനുഗ്രഹിക്കണമേ. ഈ നിമിഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കത്തക്ക വിധം അപ്പസ്തോല പ്രവർത്തനത്തില് പൗലോസ് പറഞ്ഞപ്പോ ലീദിയയുടെ ഹൃദയം തുറന്നുകൊണ്ട് ആ മകൾക്കെല്ലാം മനസ്സിലാക്കി കൊടുത്തതുപോലെ ഈ വചനം ശ്രവിക്കാനും ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും പ്രാർത്ഥിക്കാനും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മിഖായിൽ മാലാഖെ, വിശുദ്ധ ഗബ്രിയേൽ റഫായിൽ മാലാഖമാരെ, വിശുദ്ധ ബെനഡിക്റ്റ് പുണ്യവാള, വിശുദ്ധ പാത്രെ പിയോ, വിശുദ്ധ ജോൺ മരിയ വിയാനി, സകല വിശുദ്ധരെ മാലാഖമാരെ പരിശുദ്ധ അമ്മയുടെ യോസേപ്പ് പിതാവിന്റെ നേതൃത്വത്തില് ഞങ്ങളുടെ കൂടെ നിങ്ങൾ അണിനിരക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന വലിയൊരു പ്രാർത്ഥനാ വിഷയം, വഴിവിട്ട ജീവിതം ജീവിക്കുന്ന അനേക മക്കൾ, അതോട് ചേർന്ന് പോകുന്ന നാശങ്ങള്, തകർച്ചകള്, അകാല മരണങ്ങള്, ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവത്തിൽ, വചനത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടു, പഠിക്കാൻ വേണ്ടി നാടും വീടും വിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കൾ എന്തിനൊക്കെയോ വേണ്ടി ഓടിപ്പാഞ്ഞ് സുഖത്തിന്റെ പിന്നാലെ, കുട്ടുകെട്ടിന്റെ പിന്നാലെ അങ്ങനെയൊക്കെ പോയി കറങ്ങാനൊക്കെ പോയി അതിനിടയിൽ അപകടത്തിൽപ്പെട്ടു പോയി മരിച്ചുപോയ മക്കൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി വേദനയോടെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കോതമംഗലത്ത് സംഭവിച്ച ഒരു സംഭവം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള് ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. അതിന്റെ മഹത്വമുണ്ട്, അതിന്റെ ശക്തിയുണ്ട്, അതിന്റെ സാന്നിധ്യമുണ്ട്, ആ ഒരു വഴിയുണ്ട്. വഴി വിട്ടാൽ വഴി പിഴച്ചു പോയാൽ നമ്മുടെ ജീവിതം നാശത്തിൽ ചെന്നൊടുങ്ങും എന്നുള്ള സത്യം വീണ്ടും വീണ്ടും പഠിപ്പിക്കുമ്പോ ആ സങ്കടത്തിൽ നിന്നുകൊണ്ട് അല്പസമയം പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ, കർത്താവിന്റെ അഭിഷേകത്തിന്റെ, കർത്താവിന്റെ കൃപയുടെ ജീവന സമൃദ്ധിയിൽ ജീവിക്കാമായിരുന്ന മക്കൾ നശിച്ചടങ്ങി ഒടുങ്ങുന്നത് കാണുമ്പോൾ സങ്കടത്തോടു കൂടി ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഒരുമിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു നമുക്കൊരു വഴിയുണ്ട്. ഇന്ന് ആ വഴി വിട്ടിട്ട് ലോകത്തിന്റെ അരൂപി പൈശാചിക പ്രലോഭനങ്ങള് ഇന്ന് അനേകം യുവമക്കളെ തകർത്ത് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന, കൊന്നുകളയുന്ന അവസ്ഥകൾ. അതിന്റെ അടിസ്ഥാനത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഈ വചനമാകുന്ന, കർത്താവാകുന്ന ആ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കപ്പെടാതെ പോകുന്ന മക്കളും അതിനെതിരായുള്ള പ്രലോഭനങ്ങൾ. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി പ്രത്യേകം ആ വിധത്തില് വേറൊരു തലത്തില് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ പറയുക വേറൊന്നുമില്ല, നമ്മുടെ മക്കൾ ജീവിക്കേണ്ട ജീവിതത്തിന് വിരുദ്ധമായിട്ട് ഇന്ന് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി പ്രലോഭനങ്ങൾ. നമ്മുടെ മക്കളൊക്കെ നശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തെന്നറിയോ? ഒന്ന്, ട്രാവൽ, ഇങ്ങനെ കറങ്ങാൻ പോവാം, അതുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകള്,
അതുകൊണ്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിലെ ഒത്തിരി റീലുകള്, ഫേസ്ബുക്കില്, യൂട്യൂബില് ഒക്കെ പല പല റീലുകൾ. എന്താണ് മെയിൻ? കറങ്ങാൻ പോവാ, ടൂറിന് പോവുക. രണ്ടാമത്തെ കാര്യം ഭക്ഷണം, വെറൈറ്റി ഓഫ് ഭക്ഷണം, അതിനുവേണ്ടിയുള്ള ഓടിപ്പാച്ചലുകൾ. അതിൽ ഒത്തിരിയേറെ ഹലാല് ഭക്ഷണം, അതുമായിട്ട് ബന്ധപ്പെട്ട പല ഭക്ഷണങ്ങൾ. ഇവിടെ ഈ രണ്ട് വശീകരണത്തിലേക്ക് നയിക്കുന്ന വലിയൊരു ആസക്തി ഇന്ന് യുവതലമുറയെ, നമ്മുടെ മക്കളെ കാർന്നു തിന്നുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് സമൂഹത്തിലുള്ളത് കൊണ്ട് നമ്മുടെ മക്കള് ഹോസ്റ്റലിൽ പോകുന്നു, നാടും വീടും വിട്ട് പല സ്ഥലങ്ങളിൽ പോകുന്നു. അവിടേക്ക് ചെല്ലുമ്പോ, ക്യാമ്പസിൽ ചെന്നപ്പെടുമ്പോ കുറെ കൂടി ഫ്രീഡം ഈ മക്കൾക്ക് ലഭിക്കും. അങ്ങനെ സമയത്ത് ഈ അടിസ്ഥാനം എന്താണ്? കറങ്ങാൻ പോവാ, ഭക്ഷിക്കാൻ പോവാ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്വാതന്ത്ര്യത്തിലേക്കും കൂടി മക്കൾ കടന്നു വരുമ്പോ അതിനുള്ള സാധ്യതകൾ ഈ മക്കൾ തിരിയും. ആ സമയത്താണ് ചില വർഗത്തിൽപ്പെട്ട മക്കള് അവരിങ്ങനെ, അവർക്ക് വണ്ടിയുണ്ട്, പൈസയുണ്ട്, സൗന്ദര്യമുണ്ട്, പല പല ഡ്രസ്സുകള്, പിന്നെ കുറച്ച് ഊതും അത്തറൊക്കെ അടിച്ച് മണമൊക്കെ അടിപ്പിച്ച് ഇങ്ങനെ വരും. അങ്ങനെയുള്ള മക്കൾ അതൊരു വശം. മറുവശത്ത് പല വശീകരണ യന്ത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സമുദായത്തിന്റെ പല പൈശാചിക ആധിപത്യങ്ങളും ടാർജറ്റുകളും ഇട്ടുകൊണ്ട് നമ്മുടെ മക്കളെ പെട്ടെന്ന് വശീകരിച്ചുകൊണ്ട് പോകും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ നാളുകളിൽ കണ്ട പല സംഭവങ്ങളും അപകടങ്ങളും, അതിൽ ഒന്നുകിൽ മയക്കുമരുന്നുമായിട്ട് പോണു, കഞ്ചാവുമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ പോണു, ആ സമയത്ത് വണ്ടി ഇടിക്കുന്നു, അല്ലെങ്കിൽ പോലീസിനെ പിടിക്കപ്പെടുന്നു. ആ പിടിക്കപ്പെടുന്ന പല മക്കളിലും ഭൂരിഭാഗം മക്കളും ക്രിസ്തീയ കുടുംബത്തിൽ പിറന്ന മക്കൾ. മറുഭാഗത്തുള്ളവര് ആരെന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ അറിയാൻ പറ്റും. ഒരു സമുദായത്തിൽപ്പെട്ട വർഗം, അതിൽപ്പെട്ട യുവാക്കന്മാര്. നമ്മളിത് ശരിക്കും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു സമുദായത്തിൽപ്പെട്ട മക്കൾക്ക് വണ്ടിയുണ്ട്, കാശുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു നമ്മുടെ മക്കളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്ന ഒരു ടാർഗറ്റഡ് ആക്രമണം നമ്മുടെ മക്കൾക്കെതിരെയുണ്ട്. നമ്മുടെ മക്കള് ഇവിടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇവർക്ക് കറങ്ങാൻ പോവാനും, അല്ലെങ്കിൽ പബ്ബിൽ പോവാനും, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഈ മക്കള് ഇതിന്റെ പിന്നാലെ പോവാ. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലുള്ള കൊച്ച് അവിടെ നിന്ന് പഠിക്കുക. വിത്തിൻ മാസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരുമായിട്ട് സ്നേഹമായി അവന്റെ കൂടെ പോണ സമയത്ത് പുല്ലുവഴി വെച്ച് വണ്ടി ഇടിച്ചു മരിച്ച സംഭവം നമ്മൾ കണ്ടു. ഇതുപോലെ ഓരോരോ സംഭവങ്ങൾ, മയക്കുമരുന്നോട്ട് പോണു, അല്ലെങ്കിൽ കറങ്ങാൻ പോണു. ഇത് ഈ മക്കള് പഠിക്കാൻ വന്ന മക്കളാണ്. കാർന്നോമാരെ വിട്ട് മാതാപിതാക്കളെ ഓർക്കണ്. ഈ പാവപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ, ഒരു വലിയ പ്രതീക്ഷയോടെ എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ വലിയ കോഴ്സുകൾക്ക് ടൗണുകളിൽ ഉണ്ടാക്കും, ഹോസ്റ്റലിലാക്കും. ഈ മക്കൾ ഈ ഒരു അടിസ്ഥാനത്തിൽപ്പെട്ട് വശീകരിക്കപ്പെട്ട് പോകുമ്പോ ഞാൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഴമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ മക്കളെ നശിപ്പിക്കാനും തകർക്കാനും വേണ്ടി ഈ മാധ്യമങ്ങള്, ഈ വശീകരണങ്ങള്, ഈ വക ആസക്തികള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക റീലുകള്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ ഈ മക്കളെ വേണ്ടാത്ത ആസക്തി. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? കറങ്ങാൻ പോവാ, ബൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ചീറി പാഞ്ഞു പോവാ, കറങ്ങാൻ പോവാ, അല്ലെങ്കിൽ ആ വാട്ടർഫോൾസ്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക സ്ഥലം, ഇങ്ങനെ കറങ്ങാൻ പോവാ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലുമുള്ള ഹോം സ്റ്റേകൾ, ഫ്രണ്ട്സ് ഒരുമിച്ച് പോവാ, അവിടെ ചെന്ന് സകലമാന ഇതിനു വേണ്ടി എന്ത് കോംപ്രമൈസ് ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് മടിയില്ല. ശരീരമോ ജീവിതമോ സമയമോ പഠനമോ ഭാവി ജീവിതമോ എന്തും നമ്മുടെ മക്കൾ കോംപ്രമൈസ് ചെയ്യും. ഇങ്ങനെ ഒരു വലിയ അപകടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലും ഒരു സംസ്കാരത്തിലുമാണ് ഇന്ന് നമ്മുടെ മക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അനന്തരഫലമായിട്ട് കഴിഞ്ഞ ദിവസം ആളുകൾ പറഞ്ഞു, ആന കറക്റ്റ് സമയത്ത് ഇടപെട്ടു. ആന പന ചവിട്ടി വീഴ്ത്തി മരിച്ച സംഭവമൊക്കെ നമ്മൾ കണ്ടു. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ എങ്ങനെ ജീവിക്കേണ്ടവരാ? ഈ കർത്താവിനോട് ചേർന്ന്, കർത്താവിന്റെ സാന്നിധ്യത്തില്, ശരീരത്തിന്റെ വിശുദ്ധിയില്, സ്വർഗ ദർശനത്തില്, കുടുംബത്തെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിച്ച് നല്ലൊരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കേണ്ട മക്കള് അതിന് പകരം ഇതെല്ലാം മറന്നിട്ട് അതിനിടയ്ക്ക് ഡ്രഗ് അഡിക്റ്റ് ആവും. ഇവന്മാരെ കൂടെ പോയി ഡ്രഗ് അഡിക്റ്റഡ് ആവും, ജടിക പാപങ്ങൾക്ക് അടിമകളായിട്ട് മാറും, വെറും സെക്സ് ടൂളുകളായിട്ട് മാറുന്ന അനേക മക്കള്.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അപകടകരമായ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ ക്യാമ്പസുകളില്, സമൂഹങ്ങളില്, നമ്മുടെയൊക്കെ ഇടയിൽ അതിശക്തമാണെന്ന് മനസ്സിലാക്കുമ്പോ ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചപ്പോ വളരെ വലിയ സ്കൂളുണ്ട്. ആ സ്കൂളിനെ കുറിച്ച് പറയാ, ഈ വർഗത്തിൽപ്പെട്ട ആളുകള് തമ്പടിച്ച് നമ്മുടെ മക്കളെ ലഹരിയിലും ഡ്രഗിലും വീഴ്ത്താൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ. അതിന്റെ പേരില് ആ സ്കൂളിൽ നിന്ന് അനേകം മക്കളെ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടി വന്നു എന്ന് അവിടുത്തെ അച്ഛന്മാര്, സിസ്റ്റേഴ്സ് ഒക്കെ പറയാം. ഇതൊക്കെ ഈ ദിവസം ഒത്തിരിയേറെ വേദനയുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ചൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോ, ആ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ മേഖലയ്ക്ക് വേണ്ടി പുരാനെ വിളിച്ചിറക്കി ഇടപെടുത്തിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നാളെ മുതൽ നമ്മള് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കള് പ്രാർത്ഥിക്കേണ്ട ചില അടിസ്ഥാനപരമായ മേഖലകളെ കുറിച്ച് കണ്ടുകൊണ്ട് ഈ ക്രിസ്മസിലേക്ക് നമ്മൾ ഏറ്റവും അടുത്ത് ഒരുങ്ങുകയാണ്. ഇവിടെ നമ്മൾ ചുമ്മാ തമാശ കളിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കള് ഈ വക കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് അച്ഛപ്പോഴും പറയില്ലേ, വശീകരണ അരൂപികള്, അതുകൊണ്ട് അവർ ചെയ്യുന്ന ആഭിചാര്യ ക്രിയകള്, വശീകരണ യന്ത്രങ്ങൾ വെച്ചുള്ള പ്രവർത്തികള്, അതോടൊപ്പം തന്നെ മാധ്യമങ്ങള് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിട്ട കുത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണദോഷങ്ങളോ മതിയാക്ക്, ഇത് എൻ പാത, എൻ അധികാരം, സുഖ സന്തോഷമാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേരെ ഇളക്കി മറിച്ച് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് അപ്പൻ വേണ്ട, അമ്മ വേണ്ട, സഭ വേണ്ട, ദൈവം വേണ്ട, അടിസ്ഥാനമില്ലാത്ത തന്നിഷ്ടം പോലെയുള്ള കൂത്ത്, ഇനി അങ്ങോട്ട് തന്നിഷ്ടം കൂത്ത്, അതോടൊപ്പം തന്നെ ഉന്നം മറന്നുള്ള പോക്ക്. ഉന്നമില്ല, പഠിക്കുന്ന മക്കൾക്ക് ഉന്നമില്ല. അതിനിടയിൽ കറങ്ങാൻ പോയി ഇതൊക്കെ നശിപ്പിച്ച് എത്രയോ മക്കള് ഡിപ്രഷനിൽ പെട്ടുപോയി, എത്രയോ മക്കള് മാനസിക രോഗാശുപത്രിയിൽ പെട്ടുപോയി, എത്രയോ മക്കള് ഈ അഡിക്ഷനിൽപ്പെട്ട് മൊബൈലിന്റെ ഒക്കെ പിടിയിൽപ്പെട്ട് ഇതെല്ലാം കണ്ടു കേട്ടും ആസ്വദിച്ചും മന്ദിച്ച് അവരുടെ പഠനത്തിൽ തന്നെ തോറ്റു തിന്നാൻ പഠിപ്പോയി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വഴിവിട്ട ജീവിതത്തിന്റെ നാശങ്ങൾ ഇന്നേറെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഞാന് ഇതൊക്കെ പറയാനുള്ള കാരണം, ഈ ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഭവങ്ങള്, കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങള്, പിന്നെ അനേക മാതാപിതാക്കളെ കണ്ണുനീര് ഓരോരുത്തർ നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ മക്കൾക്കാണെങ്കിൽ വചനം പറയുന്ന പോലെ ഈ ലോകത്തിന്റെ ദൈവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിക്കൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം കാണാൻ പോലും പറ്റാത്ത വിധത്തില് അവരെ നശിപ്പിച്ച് കൊന്നൊടുക്കുന്ന, അല്ലെങ്കിൽ നശിപ്പിച്ച് തകർത്ത് കളയുന്ന, മുന്നോട്ട് പോകാൻ പോലും പറ്റാത്ത വിധം ഭാവിയെ തന്നെ അടപ്പിച്ച് കളയുന്ന അതിശക്തമായ പൈശാചിക പ്രവർത്തികൾ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുക ഈ സമൂഹത്തിൽ. അതിനെതിരെ പാർട്ടികളോ ഭരണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സഭ പോലും, വൈദികര്, സഭ നേതൃത്വം, സന്യസ്തര്, ഇവർക്കൊന്നും അതിനെക്കുറിച്ച് ചിന്തയില്ല. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മള് ചുമ്മാ വഴക്കടിച്ചും ആ കുർബാനയുടെ പേരില് അതിന്റെ അങ്ങോട്ട് എന്തെല്ലാം പൈശാചികതയ സഭയിൽ കിടന്ന് കളിക്കണേ. ആത്മാക്കളുടെ നാശം, ഈ മക്കളൊക്കെ ഇങ്ങനെയൊക്കെ നശിച്ച് അടങ്ങി ഒടുങ്ങുമ്പോ നമ്മളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിക്കണം. സഭാ സംവിധാനങ്ങള്, ഇടവക ദേവാലയങ്ങള്, അഭിവന്യ പിതാക്കന്മാര്, സന്യസ്തര്, വൈദികര്, അപ്പന്മാര്, അമ്മമാര് ദിവ്യകാരുടെ സന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ജപമാല ചൊല്ലി കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം വിളിച്ച് ഇറക്കി ഈ പൈശാചിക ശക്തികളിൽ നമ്മുടെ മക്കൾ പെട്ടുപോകാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. അതോ ഒരു വശത്ത്, മറുവശത്ത് പ്രിയപ്പെട്ട മക്കള്, ഞാൻ പറഞ്ഞിരുന്ന മക്കള് വളർന്നു വരുന്ന കാണുമ്പോ ഭയങ്കര സങ്കട. പോകുന്ന വഴികളിൽ ഇങ്ങനെ കഴുക കണ്ണുകള്, പൈശാചിക കരങ്ങൾ നീട്ടി, പിശാചിന്റെ നഖം നീട്ടിക്കൊണ്ട് അവരെ പിടിച്ച് അള്ളിപ്പിടിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥകൾ എല്ലായിടത്തും പ്രശ്നം. മാധ്യമങ്ങള്, മീഡിയ, അതോടൊപ്പം തന്നെ എന്താ പറയാ, പ്രൊമോഷൻസ്, എന്താ പറയാ, മീഡിയ അതിലൂടെയുള്ള പ്രൊമോഷൻസ്, പിന്നെ ഡ്രഗ് അഡിക്ട്സ്, പിന്നെ ആഭിചാര്യ ക്രിയകള്, വശീകരണ യന്ത്രങ്ങള്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന, വശീകരിക്കാവുന്ന എല്ലാ തലത്തിലും നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില വർഗത്തിൽപ്പെട്ട മക്കള്. ഇത് നമ്മള് കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാതെ പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ നശിച്ച് അടങ്ങി ഒടുങ്ങുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വൈദികരും, ഓരോ ഇടവക വികാരിമാരും,
ഓരോ സ്ഥാപനം നടക്കുന്ന കന്യാസ്ത്രീമാരും സ്കൂളൊക്കെ നടത്തണില്ലേ? ഇരുന്ന് ചിന്തിക്ക്, ഇന്ന് പ്രാർത്ഥിക്ക് കർത്താവിന്റെ വലിയൊരു ഇടപെടലിന് വേണ്ടി. അതോടൊപ്പം നല്ല ബോധ്യങ്ങൾ കൊടുക്കുക നമ്മുടെ മക്കള്. ഞാൻ ഈ ദിവസങ്ങളൊക്കെ കുറെ മേഖലയൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പറയും. മക്കളെ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നാളെ മുതല് മാതാപിതാക്കൾ മക്കൾക്കായി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അച്ഛൻ പറയും. എന്റെ അനുഭവത്തിൽ നിന്നാ പറയാ, വലിയ വേദനയോടെ പറയാ. ഇന്ന് അനേക മക്കളെ പറഞ്ഞ് ഉപദേശിച്ചിട്ടും കാര്യമില്ലാതെ വീണ്ടും ആ മക്കൾ നശിച്ചു പോണ കാണുമ്പോ ഹൃദയം തറന്ന വേദനയോടെ, മോളെ പോവല്ലേ, മോനെ പോവല്ലേ, നശിക്കത്തുള്ളൂ. എന്നാലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തില് ഈ മക്കൾ അതിന്റെ പിന്നാലെ, അവളുടെ പിന്നാലെ ഈ ട്രക്കിന്റെ പിന്നാലെ ഒക്കെ ഇറങ്ങി പോകുമ്പോ നമുക്കറിയാം ഈ പോക്ക് നാശത്തിലേക്കാണ്, ഉന്നം മറന്നുള്ള പോക്കാണ്. ഇത് തന്നിഷ്ട കൂത്താണ്. അതുകൊണ്ട് കർത്താവിനെ സ്വന്തമാക്കി നോർത്തേക്ക് നമ്മുടെ മക്കള് കർത്താവിന്റെ സാന്നിധ്യത്തില് കർത്താവിനെ സ്വന്തമാക്കി അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് ദൈവിക ജീവന്റെ സമൃദ്ധിയില് ഉന്നതിക്ക് മേൽ ഉന്നതി, അഭിഷേകത്തിന് മേൽ അഭിഷേകത്തില്, കൃപയ്ക്ക് മേൽ കൃപയില് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജോലിയില്, ബിസിനസ്സില്, പഠനത്തിലൊക്കെ ഫലം പുറപ്പെടുവിച്ച് വിജയിക്കേണ്ട മക്കൾ ഇന്ന് തോറ്റു തുന്നമ്പാടി ഒത്തിരി സപ്ലികള്, ഒത്തിരി തോൽവികള്, പഠിക്കാൻ പറ്റണില്ല, കൂട്ടുകെട്ട് എല്ലാം നശിച്ച് ഇവന്റെ പിന്നാലെയൊക്കെ അടങ്ങി ഒടുങ്ങി ചിലതൊക്കെ മരിച്ചും ഡിപ്രഷനിൽപ്പെട്ടൊക്കെ ഇരിക്കണ സംഭവങ്ങൾ കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ സങ്കടത്തോടെ പറയാ, നമ്മുടെ മക്കൾ ഇങ്ങനെ പോകേണ്ടവരല്ല. കണ്ണിക്കണ്ടവന്റെ പിന്നാലെ പോയി എവിടെയെങ്കിലും അടിഞ്ഞു ഒടുങ്ങി ഇടിച്ച് ചാവേണ്ടവരല്ല. ആന ചവിട്ടിയും വണ്ടി ഇടിച്ചും അവിടെ മുങ്ങിയും ഇവിടെ മുങ്ങിയൊക്കെ ചാവേണ്ടവരല്ല. പഠിക്കാൻ പോണ മക്കള് എന്തിനു പഠിക്കണം? അല്ലാണ്ട് അത് കണ്ടു ഇത് കണ്ടു കുറെ കറങ്ങാൻ പോയി, കുറെ തിന്നാൻ പോയി, കുറെ കുടിക്കാൻ പോയി, കുറെ ഡ്രഗ് അഡിക്റ്റ് ആയി, കുറെ വ്യഭിചരിച്ചു, കുറെ ജടിക സുഖം കെട്ടി. ഇതൊക്കെ എന്തിന് പൈശാചികമായ ജീവിതമാ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ പോകണം. വഴി വിട്ട ജീവിതം ഓരോന്നിനും കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ കൽപ്പനകള്, പ്രമാണങ്ങള്, വചനം, ശരീരം, കുടുംബം, മാതാപിതാക്കൾ, അവരെ ബഹുമാനിക്കേണ്ടത്, കൂദാശകൾ, വിശുദ്ധ കുർബാന, ദൈവത്തിൽ ചേർന്ന ജീവിതം, ഇതിനൊക്കെ ഉറപ്പിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിന്റെ ഉറപ്പില് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങൾ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. മക്കളെ, കർത്താവിന്റെ സാന്നിധ്യം അതിശക്തമായിട്ട് നിറയപ്പെട്ട് ജീവിക്കാൻ ഭാഗ്യപ്പെട്ടിട്ടും നമുക്ക് ആ ഒരു ജീവിതം ജീവിക്കാൻ പറ്റാതെ പോകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ഇതുപോലെ ശക്തമായ പ്രലോഭനങ്ങളും അവസ്ഥകളൊക്കെ ഉള്ളപ്പോ ഈ പ്രാർത്ഥന കുറഞ്ഞു, ദൈവബന്ധം കുറഞ്ഞു, കൃപ കുറഞ്ഞു, പ്രകാശം കുറഞ്ഞു. പ്രകാശം കുറഞ്ഞപ്പോ എന്ത് പറ്റി? നിറച്ച പറഞ്ഞില്ലേ, പ്രകാശം കുറഞ്ഞപ്പോ അന്ധകാരം കയറി വരും, പിന്നെ അന്ധകാര പ്രവൃത്തികൾ. അതൊരു പ്രിയപ്പെട്ട അല്പസമയ ആരാധനയിൽ പ്രാർത്ഥിക്കും. ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഇതൊക്കെ പടച്ചു വിടുന്ന പിശാചിന്റെ വർഗങ്ങളുണ്ട്. ഈ വക പൈശാചിക സിനിമകളും പൈശാചിക പ്രവർത്തികളും പൈശാചിക പ്രൊമോഷൻസും കൊണ്ട് മനുഷ്യ മക്കളെ, ദൈവമക്കളെ നശിപ്പിക്കുന്ന പിശാചിന്റെ സ്വന്തമായ വർഗങ്ങളുണ്ടെന്ന് ഇവിടെ കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാൻ നടക്കുന്ന പിശാചിന്റെ സ്വന്തമായ മനുഷ്യ സമൂഹമുണ്ട്. അവർ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, ആത്മീയ പോരാട്ടമുണ്ട്. ചില ദിവസങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാ. ഈ ആത്മീയ പോരാട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ സഹായം, കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് കൂടിയേ തീരും. അതുകൊണ്ട് നമ്മുടെ കരങ്ങൾ, മാതാപിതാക്കളുടെയും അഭിഷിക്തരുടെയും സന്യസ്തരുടെയും കരങ്ങൾ ഈ മേഖലയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. അവൻ വരണം, അവൻ വന്നേ പറ്റൂ. മാറാനാഥ, കർത്താവേ വരാൻ വൈകരുത്, വേഗം വരണം. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ മരിച്ചുപോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കളുടെ വേദന ഓർത്തട്ട, കഷ്ടപ്പാടും വേദനയും സഹിച്ച് കയ്യോ വളരുന്ന കാലോ വളർന്ന് നോക്കിയത് വളർത്തി പഠിക്കാൻ വിട്ട് വലിയ ഭാവിക്ക് വേണ്ടി നല്ല സ്ഥലത്ത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവിട്ടിട്ട് ഈ മക്കൾ ഇങ്ങനെയൊക്കെ നശിച്ചും വശീകരിക്കപ്പെട്ടും അടങ്ങിയും ഒടുങ്ങിയും മരിച്ചും ഡിപ്രഷനിൽപ്പെട്ടൊക്കെ മാനസിക ആശുപത്രിയിലൊക്കെ പെട്ട് കിടക്കുമ്പോ ആ വേദന ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചില മക്കളുടെ പിന്നാലെ നടന്നിട്ട് ആ മക്കൾ വീണ്ടും വഴുതിട്ട് പോകുമ്പോ ഒത്തിരി വേദന ഒരപ്പന്റെ അല്ല, അമ്മയുടെ അല്ല, തമ്പുരാന്റെ വേദന ഹൃദയത്തിൽ പേറിയ ഒരു അച്ഛന് ഒത്തിരി മക്കളെ ഓർത്ത് വേദനിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. പറഞ്ഞാൽ കേൾക്കാതെ
ഇറങ്ങിപ്പോണ മക്കള് പിന്നീട് നശിച്ച് അടങ്ങി കൊല്ലപ്പെട്ടു പോയ, നശിച്ചു പോയ, മരണപ്പെട്ടു പോയ അനേകം മക്കളുടെ അനുഭവങ്ങള് എൻ്റെ ഹൃദയത്തിലുണ്ട് മക്കളെ. ആ വേദനയോടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നമുക്കൊരു അടിസ്ഥാനമുണ്ട്. നമ്മൾ നല്ല അഭിഷേകത്തോടെ എങ്ങനെ ജീവിക്കേണ്ട മക്കളാ. അത് വിട്ട് ഈ നൈമിഷിക സുഖത്തിന് വേണ്ടി കറങ്ങാൻ പോയി, ഭക്ഷിക്കാൻ പോയി, അതിന്റെ പേരിൽ എന്ത് കോംപ്രമൈസ് ചെയ്യും നമ്മുടെ മക്കള്. ശരീരം കോംപ്രമൈസ് ചെയ്യും, ജീവിതം കോംപ്രമൈസ് ചെയ്യും, പഠനം കോംപ്രമൈസ് ചെയ്യും, ഭാവി ജീവിതത്തിൽ തന്നെ കോംപ്രമൈസ് ചെയ്യും. നിത്യജീവിതത്തിന്റെ കാര്യം പറയാനുണ്ടോ, അതിന് കോംപ്രമൈസ് ചെയ്യും. ദൈവത്തെ വിട്ടുപേക്ഷിക്കും, ദൈവത്തെ കോംപ്രമൈസ് ചെയ്യും. ഉദാശകൾ വേണ്ട, പ്രാർത്ഥന വേണ്ട, എല്ലാം കോംപ്രമൈസ് ചെയ്യും. കുടുംബത്തിൽ പോലും പോകത്തില്ല. തോന്നിവാസം ജീവിക്കാൻ വേണ്ടി എന്തും ഏതും കോംപ്രമൈസ് ചെയ്ത് നശിച്ചടങ്ങുന്ന മക്കളായിട്ട് ആരും മാറാതിരിക്കട്ടെ. ഈ അഭിഷേകത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. നമ്മുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോടും മക്കളോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ കാരുണ്യത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് മക്കൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം മക്കളെ. നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ സാന്നിധ്യം നൽകി അങ്ങയെ കൂടെ സ്വീകരിക്കുവാനും അങ്ങയെ കൂടെ നിർത്തി ജീവിക്കുവാനും അങ്ങ് യുദ്ധം ചെയ്യുന്ന വലിയ അനുഗ്രഹം പ്രാപിക്കാനും അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായി എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന നല്ല ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തോട് ചേർന്ന് വലിയ കൂട്ടായ്മയില് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. വലിയ കൃപകളെ ഓർത്ത്, അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത്, കൂടെ വസിക്കുന്ന അങ്ങയുടെ വലിയ കരുണയോർത്ത് ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടു, കണ്ടു, മനസ്സിലാക്കി ഓരോരോ സംഭവങ്ങള്, ലോകാരൂപി, വേണ്ടാത്ത വശീകരണങ്ങള്, വേണ്ടാത്തതിലേക്ക് നയിക്കുന്ന പ്രലോഭനങ്ങള്, കൂട്ടുകെട്ടുകള്, കർത്താവേ, ലോകസുഖങ്ങള്, മാധ്യമങ്ങളിലൂടെ കടന്നു വന്ന ചില പ്രലോഭനങ്ങള്, ഈശോയതിലേക്ക് അടിമപ്പെട്ട് ഞങ്ങളുടെ മക്കൾ ഇന്ന് ഈ ലോകത്തിന്റെ പിന്നാലെ കറങ്ങാൻ പോവാനും യാത്ര ചെയ്യാനും പലയിടങ്ങളിൽ പോകാനും ഭക്ഷണം കഴിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് പലയിടങ്ങളിലേക്കൊക്കെ കറങ്ങാനൊക്കെ വേണ്ടി പോകുന്ന മക്കൾക്ക് അവസരം ലഭിക്കുമ്പോ കുടുംബത്തെ വിട്ട്, ഈശോയെ അങ്ങയെ വിട്ട്, ശുദ്ധി വിട്ട്, ജീവിതത്തെ പോലും വിട്ട്, ഭാവിയെ കുറിച്ച് പോലും ചിന്തിക്കാതെ, ഒരു വരുവരായികളെ കുറിച്ചൊന്നും നോക്കാതെ ഇറങ്ങിപ്പോയി നശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഈശോയെ തിരുസന്നിധിയിലേക്ക് പ്രത്യേകമാവിധം ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ ഇവിടുന്ന് അനുഗ്രഹിക്കണം. പഠിക്കാൻ പോയിരിക്കുന്ന മക്കള്, ജോലിക്കായി പോയിരിക്കുന്ന മക്കള്, പുറത്തേക്ക് പോയിരിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും അങ്ങ് പൊതിഞ്ഞു പിടിക്കണം. പാപ സാഹചര്യങ്ങള്, പ്രലോഭനങ്ങള്, വശീകരിക്കുന്ന വ്യക്തികള്, ചില സമുദായങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ആഭിചാര്യ മന്ത്രവാദ ക്ഷുദ്ര പ്രവൃത്തികള്, യേശുവേ അതിലേക്കൊന്നും വീണു പോകാതെ, പെട്ടുപോകാതെ, അവന്റെ കെടി വീണു പോകാതെ ഞങ്ങളുടെ മക്കളെ ഉറപ്പുള്ളവരാക്കി മാറ്റണമേ. അങ്ങയിൽ ഞങ്ങളുടെ മക്കൾ ഉറച്ച് വിശ്വസിക്കട്ടെ, അങ്ങയോട് ചേർന്ന് ജീവിക്കട്ടെ, അങ്ങയുടെ സാന്നിധ്യത്തില് അങ്ങയുടെ മക്കൾ നിലനിൽക്കട്ടെ. അതിനുവേണ്ടി കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, മക്കളിൽ വാസമാകൂ. ഈശോയെ, ഞങ്ങളുടെ മക്കളിൽ അങ്ങ് വസിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വസിക്കണം, ഞങ്ങളുടെ ഈ ജീവിതത്തില് അങ്ങ് വന്ന് വസിക്കണം. അങ്ങയുടെ വചനം ഞങ്ങൾ ഉറപ്പിക്കണമേ. യഥാർത്ഥ വഴി അങ്ങാണല്ലോ കർത്താവേ. അങ്ങയോട് ചേർന്ന് ജീവിച്ചാൽ ഒരുവനും വഴി പിഴച്ച് പോകത്തില്ല. അനേക മക്കള് വഴി പിഴച്ച് പഠനം മുടങ്ങി
മൊബൈൽ അടിമത്തിൽ കുടുങ്ങി ഉറക്കം നഷ്ടപ്പെട്ട് പിന്നീട് അങ്ങോട്ട് പലതിനെ പിന്നാലെ ഓടിപ്പായാൻ വേണ്ടി, പൈസയ്ക്ക് വേണ്ടി, കറങ്ങാൻ പോകാൻ വേണ്ടി, പല പല യാത്രയ്ക്ക് വേണ്ടി എന്തും കോംപ്രമൈസ് ചെയ്ത് സ്വന്തം ശരീരത്തെ പോലും നശിപ്പിച്ച്, ജീവിതത്തെ പോലും തകർത്ത്, പഠനത്തെ നശിപ്പിച്ച്, ഭാവിയെ തകർത്ത്, കർത്താവേ, അനേക മക്കള് മുന്നോട്ട് പോകുമ്പോ ഇതിനിടയിൽ ചില മക്കളെങ്കിലും അകാലത്തിൽ മരിച്ചുപോയി. കർത്താവേ, ചില മക്കളെങ്കിലും ഡിപ്രഷനിൽ പെട്ടു, എല്ലാം തടസ്സപ്പെട്ടു, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം വഴി അടയ്ക്കപ്പെട്ടു പോയി. കുറെ മക്കളൊക്കെ ആത്മഹത്യ ചെയ്തു. കർത്താവേ, അപകടകരമായ ഈ പൈശാചിക കാലഘട്ടത്തില് ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾ ജീവിക്കണം. കർത്താവേ, എല്ലാ പ്രലോഭനങ്ങളും തകർത്തെറിഞ്ഞ് അങ്ങയുടെ മക്കൾ അങ്ങയാകുന്ന വഴിയില് ഉറപ്പിക്കപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണമേ. ഞങ്ങളുടെ മക്കൾ വേറൊരു ആത്മാവിനാലും നയിക്കപ്പെടാനോ സ്വാധീനിക്കപ്പെടാനോ പറ്റാത്ത വിധത്തില് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണം, ഞങ്ങളുടെ മക്കളെ നയിക്കണം, ഞങ്ങളുടെ മക്കളെ നിയന്ത്രിക്കണം. കർത്താവേ, വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെനിക്കു തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധികാരം ചെയ്യണം. ഈശോയെ, ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണം. നിന്റെ ബലമുള്ള ഭുജം ഞങ്ങളുടെ മക്കളുടെ മേൽ എങ്ങോപ്പോഴും പ്രകടമാക്കണം. നിന്റെ വചനം മാത്രമായിരിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ മക്കളുടെ പാദങ്ങൾക്ക് ദീപം, വഴി. കർത്താവെ, പരിശുദ്ധാത്മാവല്ലാത്ത മറ്റൊരാത്മാവ് നയിക്കാനോ നിയന്ത്രിക്കാനോ പറ്റാത്ത വിധം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മക്കളുടെ നിയന്ത്രണം, അധികാരം ഏറ്റെടുക്കണമേ. ഉന്നതമായ അഭിഷേകത്തിന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇതിനോടകം വഴി വിട്ടുപോയ മക്കളെ എല്ലാവരും പരമേൽപ്പിക്കുന്നു. ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, ഭയത്തിൽ കുടുങ്ങിപ്പോയ മക്കള്, പാപത്തിൽ വീണ് കുറ്റബോധത്താൽ നിരാശപ്പെട്ട് കഴിയുന്ന മക്കള്, ജഡികമായ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ മക്കള്, ഇതിനോടകം മരിച്ചുപോയ മക്കളുടെ ആത്മാക്കള്, അവരടുത്ത് വേദനിക്കുന്ന കുടുംബാംഗങ്ങള്, എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നശിച്ചു പോയ മക്കള്, അവരുടെ കുടുംബങ്ങള് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ അവസ്ഥയിൽ നിന്ന് സൗഖ്യം വേണ്ട മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ. സമാധാനം വേണ്ട മക്കൾക്ക് സമാധാനം നൽകണമേ. ആശ്വാസം വേണ്ട മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസം നൽകണമേ. മരിച്ചുപോയ മക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. ഇതൊക്കെ കണ്ട് ഇനിയുള്ള തലമുറ കർത്താവേ പാപത്തിലേക്ക് പോകാതെ, എന്നെ വശീകരിച്ചുകൊണ്ട് വിളിക്കുന്ന ആ സുഹൃത്തുക്കളോടൊപ്പം പോകാതെ, അവരിൽ പ്രവർത്തിക്കുന്ന പിശാചിനെ തിരിച്ചറിഞ്ഞ് ആ പിശാചിനെ അകറ്റി നിർത്താനും അങ്ങ് പറഞ്ഞ പോലെ, യാക്കോബ് 4:7 പറഞ്ഞ പോലെ, പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങൾ വിട്ട് ഓടിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. കർത്താവെ, അങ്ങയോട് ചേർന്ന് നിന്ന് പിശാചിനെ ചെറുക്കാനുള്ള വലിയ കൃപ, ദൈവിക ജ്ഞാനം, കണ്ണിന്റെ പ്രകാശം, ഇത് മനസ്സിലാക്കാനുള്ള വിവേകം ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ മക്കളെയും കുടുംബങ്ങളെയും കർത്താവെ, വിട്ടുപോയ മക്കള്, കെണിയിൽപ്പെട്ടുപോയ മക്കള്, വലയിൽ കുരുങ്ങിപ്പോയ മക്കള്, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ബന്ധിക്കപ്പെട്ട മക്കള്, സാത്താന്റെ പിടിയിൽ അമർന്നുപോയി അവന്റെ കരാള ഹസ്തത്തിൽ പെട്ടുപോയ മക്കള്, കർത്താവെ വിടുവിക്കണം, എല്ലാ മക്കളെയും മോചിപ്പിക്കണം. വീണ്ടും 49:24 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശക്തനിൽ നിന്ന് ഇരയോ സ്വേച്ഛാധിപതി അടിമകളെ മോചിപ്പിക്കാൻ കഴിയുമോ? കഴിയും. ശക്തനിൽ നിന്ന് അടിമകളെയും സ്വേച്ഛാധിപതി അരിയെ ഞാൻ മോചിപ്പിക്കുകയും നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവേ, ശക്തന്റെ പിടിപ്പെട്ടു പോയ സ്വേച്ഛാധിപതിയുടെ ഇരയായി പോയ മക്കളെ അങ്ങ് മോചിപ്പിക്കണം, അങ്ങ് വിടുവിക്കണം. അങ്ങ് തന്നെ യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് വിജയം തരണം. ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി എല്ലാ ദൈവങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈശോയെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ
പ്രാപിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അഭിഷേകം ചൊരിയണമേ. ദിവ്യവരങ്ങളാൽ ചൊരിഞ്ഞ് അങ്ങയുടെ മക്കളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.